ഇന്നലെ നോമ്പിന്റെ സുന്നത്തുകൾ 6 സുന്നത്തുകൾ. ഏഴാമത് തർക്കു ശുബ്ഹാത്തി വശഹവാത്ത്, ശുബ്ഹത്തുകൾ ഉപേക്ഷിക്കുക. അതായത് നോമ്പിൽ ഹറാം ഹലാലും കലർന്നതുണ്ടാവും. അകത്തെ സ്വത്തും, ഉദാഹരണത്തിന് പറഞ്ഞാൽ ചിലരുണ്ടാകുന്നു വലിയ ഗ്രാൻഡ് ഇഫ്താർ നടത്തും. അതിൽ ചിലപ്പോ ഹറാമിന്റെ പൈസ പലിശയുടെയോ അല്ലെങ്കിൽ മറ്റ് ഹറാം ഉറപ്പുണ്ടെങ്കിൽ അതിന് പോകാനേ പാടില്ല, ഹറാമാണ്. ഹറാമും ഹലാലും മിക്സാണ് അയാൾ സ്വത്ത്. അയാൾക്ക് ബഡ്ഡിന്റെ ഇടപാടുണ്ട്, അതിന്റെ കച്ചവടമുണ്ട്. അപ്പൊ അയാളുടെ സ്വത്തിൽ തന്നെ എന്തുണ്ട്? ശുഭത്തുണ്ട്. അപ്പൊ അയാളെ നോമ്പ് തുറപ്പിക്കും, അതിന് പോകാതിരിക്കുക. അതല്ലെങ്കിൽ ഒരാൾ വിറ്റ് കൊടുക്കുന്നു, അയാളുടെ സ്വത്ത് എന്തുണ്ട്? ഹറാം ഹലാലും കലർന്നതാണ്. അപ്പൊ അതെല്ലാം വാങ്ങാതിരിക്കുക. ഇങ്ങനെ റമദാനിൽ എന്താക്കുക? നോമ്പിടിച്ചവൻ ഈ ശുഭത്തുകളെ തൊട്ട് എന്താക്കുക? പൂർണ്ണമായും വിട്ടുനിൽക്കുക. അതുപോലെ ഷഹവാത്ത്, ദേഹേച്ഛകൾ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് ഹലാലായതുണ്ടാവും, ചിലപ്പോ അതും വിട്ടുനിൽക്കുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ മ്യൂസിക്കിന്റെ പാട്ട് കേൾക്കൽ ഹറാം, ദഫിന്റെ പാട്ട് കേൾക്കുന്നത് ഹലാലാണ്. പക്ഷെ ഹലാലായ വിനോദങ്ങൾ നോമ്പ് നോറ്റ് ഉപേക്ഷിക്കുക. അതുപോലെ കളി, ഇങ്ങനത്തെല്ലാം ഇതാക്കുക നോമ്പ് നോറ്റവർ ഉപേക്ഷിക്കൽ, അത് സുന്നത്താണ്. എട്ടാമത്തത് ഇക്താറു തിലാവത്തി, ഖുർആൻ ഓത്ത് അധികരിപ്പിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നോമ്പ് നോറ്റവർക്ക് ഖുർആൻ ഓത്ത് അധികരിപ്പിക്കുക. ഖുർആന്റെ വിഷയം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതുപോലെ സ്വതക്ക വർദ്ധിപ്പിക്കുക. റമദാനിൽ സ്വതക്കക്ക് വലിയ മഹത്വമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ധർമ്മം ചെയ്യുന്ന ആള്. റമദാൻ മാസം കടന്നാൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെ നിമിത്തങ്ങൾ സ്വതക്ക ചെയ്യുന്ന ഹദീസിൽ കാണാം. അത്രമാത്രം സ്വതക്കയുടെ മഹത്വമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നോമ്പ് നോറ്റ സന്ദർഭത്തിൽ സ്വതക്ക ചെയ്യൽ സുന്നത്തുണ്ട്. അധികരിപ്പിക്കുക, ഇതെല്ലാം അധികരിപ്പിക്കുക എന്ന് പറയും. സ്വതക്കയും ഖുർആനും പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരിക്കുക. നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, നിയത്ത് ചെയ്ത് പള്ളിയിൽ ഉണ്ടായിരുന്നാലും ഉറങ്ങിയാലും പ്രതിഫലം കിട്ടും. ഇഅ്തികാഫിന്റെ വിഷയം നമുക്ക് പിന്നീട് ക്ലാസ് എടുക്കാം. വസാഇൽ അൻവാഇൽ ഖൈർ, ഖൈറായ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാം അധികരിപ്പിക്കുക. നൽകാര്യങ്ങൾ നമുക്ക് നല്ലതായിട്ട് എന്തെല്ലാം ചെയ്യാനുണ്ട് അതെല്ലാം നോമ്പ് നോറ്റവർ അധികരിപ്പിക്കൽ സുന്നത്താണ്. അതുപോലെ നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക, ഇത് വലിയ മഹത്വമാണ്. നോമ്പ് നോറ്റവരെ നോമ്പ് തുറപ്പിക്കുക എന്ന് നിങ്ങൾ നോക്കൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഫത്തറ ഫീഹി സ്വാമിമൻ കാന ലഹു മഗ്ഫിറതൻ ലിദുനൂബിഹി. ഒരാൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. രണ്ടാമത് പറയുന്നത് നരകമോചനം അവനിക്ക് കിട്ടും. അതായത് നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കപ്പെടും. അതുപോലെ ആ നോമ്പ് നോറ്റവന്റെ പ്രതിഫലം പോലുള്ളത് നോമ്പ് തുറപ്പിച്ച ആൾക്ക്. 3 മഹത്വമാണ് പറഞ്ഞത്. ഒന്ന്, ദോഷങ്ങൾ കൊടുക്കപ്പെടും, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. അതുപോലെ നോമ്പ് നോറ്റ, ഉദാഹരണത്തിന് ഇപ്പൊ 100 ആള് നോമ്പ് തുറപ്പിച്ചെങ്കിൽ ഈ തുറപ്പിച്ച ആൾക്ക് 100 നോമ്പ് നോറ്റ പ്രതിഫലം അള്ളാഹു കൊടുക്കും. ഏതുപോലെ അവന്റെ പ്രതിഫലം ഒന്ന് ചുരുക്കാതെ, അയാൾക്ക് ഒരു 10% എടുത്തിട്ട് ഇയാൾ കൊടുക്കുന്നതല്ല, അയാൾ ഒന്നും ചുരുക്കാതെ നോമ്പ് നോറ്റവരെ ഇയാൾക്ക് ഫുള്ളായിട്ട് ഉണ്ടാക്കും. വീണ്ടും മറ്റൊരാൾ നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കും. ഇങ്ങനെ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു സ്വാഇം.
ഞങ്ങൾ എല്ലാവർക്കും ഇതുപോലെ നോമ്പ് നോക്കാൻ തുറപ്പിക്കാൻ ആവതില്ല നബിയെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, هذا ثواب من فطر الصائم على مضقة لبن أو تمرة أو شربة ماء. ഈ പ്രതിഫലം കിട്ടുന്നത് ഒരു ഗ്ലാസ് പാല് കൊടുത്താലും കിട്ടും. അതിനടുത്ത് പാല് മാത്രം, അതല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം കൊടുത്ത് നോമ്പ് തുറപ്പിച്ചു എന്നാലും ലഭിക്കും. അതുപോലെ ഒന്നുമില്ല ഒരു ഗ്ലാസ് ശർബത്ത് കൊടുത്തിട്ടാ വെള്ളം കൊടുത്തിട്ടാ നോമ്പ് തുറപ്പിച്ചാലും ഈ പ്രതിഫലം 3 പ്രതിഫലം അവനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വമൻ അശ്ബഅ സായിമൻ സഖാഹു അല്ലാഹു മിൻ ഹൗലി ശർബത്തൻ ലാ യർമഉ ബഅദഹാ അബദാ ഹത്താ യദ്ഖുലൽ ജന്ന. ഒരാൾ പള്ള നിറച്ചും കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ, വേണ്ടതൊക്കെ കൊടുത്തിട്ട് ബിരിയാണി കൊടുത്തു അല്ലെങ്കിൽ നല്ല ഭക്ഷണം കൊടുത്തിട്ട് ഫുള്ളായിട്ട് നോമ്പ് തുറപ്പിച്ചാൽ എന്റെ ഹൗദിൽ നിന്ന് അല്ലാഹു തആല അവനെ കുടിപ്പിക്കും. ഏതുവരെ? ആ ഹൗദിൽ കൗസർ കുടിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് കടക്കുന്നത് വരെ അവർക്ക് ദാഹം എന്നുള്ളത് ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ഹൗദിൽ കൗസറിൽ നിന്ന് ആ ഭക്ഷണം ഫുള്ളായിട്ട് ഭക്ഷണം പള്ള നിറച്ചും കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാൽ അല്ലാഹു തആല കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഫത്തറ സ്വാഇമൻ ഫീ റമളാന മിൻ കസ്ബിൻ ഹലാൽ സ്വല്ലത്ത് അലൈഹി മലായിക ലയാലി റമളാന കുല്ലഹാ. ഒരാൾ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് നോമ്പ് തുറപ്പിച്ചാൽ, അവന്റെ ഹറാമൊന്നുമില്ലാത്ത നല്ല ഹലാലായ സ്വത്തിൽ നിന്ന് റമളാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ മലക്കുകൾ റമളാനിന്റെ എല്ലാ രാത്രിയിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ നോമ്പ് തുറപ്പിച്ചാൽ. എന്നിട്ടോ ജിബ്രീൽ അലൈഹിസ്സലാം ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം അവർക്ക് മുസാഫഹത്ത് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുസാഫഹത്ത് ലഭിച്ചാൽ അവന്റെ ഹൃദയം നല്ല മയമായി സ്മൂത്തായി നല്ല ശുദ്ധിയായി, എന്നിട്ട് അവന്റെ കണ്ണുനീർ ഒലിച്ചു പോകും, കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്ന അവസ്ഥയുണ്ടാകും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുസാഫഹത്ത് ലഭിച്ചാൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. അതുകൊണ്ട് അത്രമാത്രം മഹത്വമാണ് ഈ നോമ്പ് തുറപ്പിച്ച ആൾക്ക് പറയുന്നത്. 9ാമത്തേത് തഅ്ജീലുൽ ഫിത്ർ. ഈ നോമ്പ് തുറപ്പിക്കുന്നതിനെ വളരിക്കുക, പെട്ടെന്നാക്കുക എന്ന് പറഞ്ഞാൽ 5 മണിക്കാൻ തുറക്കണമെന്നല്ല. ഗുറൂബ് ഉറപ്പായാൽ, സൂര്യൻ അസ്തമിച്ചെന്ന് ഉറപ്പായെങ്കിൽ മാത്രം പെട്ടെന്നാക്കുക. അതല്ലാതെ ബാങ്ക് കേട്ട പെട്ടെന്നാക്കണമെന്ന് അർത്ഥമില്ല. ബാങ്ക് ചിലപ്പോ ക്ലോക്ക് ഒരു പള്ളിയുടേത് 5 മിനിറ്റ് അപ്പുറം ഉണ്ടാവും, 8 മിനിറ്റ് അപ്പുറം ഉണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റത്തെ പള്ളിയിൽ കേട്ടപ്പോൾ ബാങ്ക് തുറക്കുകയില്ല, നമുക്ക് ഉറപ്പാവും. അല്ലെങ്കിൽ ഞങ്ങളെ പള്ളിയിൽ കേട്ടില്ല എപ്പോ തുറക്കുക, അങ്ങനെയില്ല. പിന്നെ ടൈം ഇപ്പൊ സാധാരണ നമ്മളെ ഗവൺമെന്റ് ഇതില്ലേ വാച്ചിന്റെ ടൈം ചിലപ്പോ കൃത്യമാവണമെന്നില്ല. മൊബൈലിൽ ചിലപ്പോ ഓട്ടോമാറ്റിക് വെച്ചിങ് ഉണ്ടാവും, കൃത്യമായിട്ടുണ്ടാവും ചിലപ്പോ സ്റ്റാൻഡേർഡ് ടൈം. അപ്പൊ മൊബൈലിൽ നമുക്ക് ടൈം ഉറപ്പിക്കാം, ബാങ്കിന്റെ ടൈം അറിയണം. അതോടൊപ്പം ഗുറൂബിന്റെ അസ്തമിക്കുന്ന സമയം അറിയും, നമ്മളെ ഈ ടൈം ക്ഷമിക്കും. രണ്ടും ഉറപ്പുണ്ടെങ്കിൽ എന്താക്കാം, ഉറപ്പായി ഉണ്ടെങ്കിൽ അപ്പം ഉടൻ തുറക്കൽ അത് പ്രത്യേകം സുന്നത്താണ്. പിന്നെ എന്നിട്ടോ നിസ്കാരത്തിനേക്കാൾ നോമ്പ് തുറക്കുന്നതിനെ മുന്തിക്കുക, പിന്നെ നിസ്കരിക്കുക. അപ്പൊ അവിടെ പറയുന്നത് ഷറയില് ജമാഅത്ത് നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ എന്താക്കണോ, ഫസ്റ്റ് ജമാഅത്ത് പോയിട്ട് പിന്നെ നാം തുറക്കണം. നോമ്പ് തുറപ്പിൽ വളരിക്കണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്താക്കണോ, അജ്റുൽ ഇഫ്താർ, നിങ്ങൾ നോമ്പ് തുറപ്പ് വളരിക്കുക, അത്താഴത്തിന് പിന്നിക്കുക, അങ്ങനെ പറഞ്ഞ വിധങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നോമ്പ് തുറന്ന് വളരിപ്പിക്കുന്നുണ്ടെങ്കിലും ജമാഅത്ത് നഷ്ടപ്പെടുന്നു, അവിടെ എന്താക്കണം, ജമാഅത്തിന് പോകണം. ജമാഅത്തിന്റെ മഹത്വം മാത്രമല്ല, ആദ്യത്തെ തക്ബീർ, ആ അല്ലാഹു അക്ബർ ഇമാം ഫസ്റ്റത്തെ തക്ബീർ കേട്ടതില്ലേ, ആ തക്ബീർ നഷ്ടപ്പെടുന്നെങ്കിലും എന്താക്കണം, നീ അവിടെ നോമ്പ് തുറക്കാതെ എന്താക്കണം, അതിനെ കൂടിയിട്ട് പിന്നെ നോമ്പ് തുറക്കണം, അത് നല്ലതാണെന്ന് പറയുന്നു. അതുകൊണ്ട് ആ ജമാഅത്തിന് വലിയ മഹത്വമുണ്ട്. 10ാമത്തേത് കൗറുൽ ഫിത്രി ബിറുഖബി, ഈത്തപ്പഴം കൊണ്ട് 1ാമത്തെ സ്ഥാനം, ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക. 2ാമത്തേത് ഉണങ്ങിയ കാരക്ക. പിന്നെ 3ാമത്തേത് വെള്ളം കൊണ്ട്. അപ്പോ ചൂട് വെള്ളമോ ഈത്തപ്പഴത്തിൽ ഇന്നത്തെ ചൂടുവെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടില്ല. അതല്ലെങ്കിൽ ആദ്യമേ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുന്നവർ ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുന്നല്ല, തീ തട്ടാത്തതാവണം. മനസ്സിലാണെങ്കിൽ
ഒന്നാമത്തെ സ്ഥാനം ഈത്തപ്പഴം, പിന്നെ ഉണങ്ങിയ കാരറ്റ്, പിന്നെ വെള്ളം, ചൂടല്ലാത്ത വെള്ളം. പിന്നെ നാലാമത്തെ സ്ഥാനം ചൂട് തട്ടാത്ത ചൂടുള്ളത് എന്തോ ആവും നാലാമത്തെ സ്ഥാനം. വെള്ളമല്ലാത്തത് ഫ്രൂട്ട്സ് കഴിക്കാം നാലാമത്തെ. പിന്നെ ചൂട് തട്ടിയ എന്ത് ഐറ്റമോ അഞ്ചാമത്തെ സ്ഥാനത്ത് വരുന്നത്. ഇങ്ങനെയാണ് ഇത് തർത്തീബ്. പിന്നെ ഈ നോമ്പ് തുറന്നപ്പോൾ എന്ത് പറയണോ? اللهم لك سقت وعلى رزقك أفطرت ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ഇത് ചില ആൾക്കാർക്ക് കയ്യിലേക്ക് പിടിച്ചിട്ട് പറയും അല്ലെ, اللهم لك سقت وعلى رزقك أفطرت. അങ്ങനല്ല, തിന്നിട്ടായിട്ട് ചെല്ലണം. അഖിബൽ ഫിത്രി നോമ്പ് തുറന്ന ഉടനെ പറയണം. നോമ്പ് തുറന്നിട്ടായിട്ട് പറയണ്ട. അഫ്തർതു, ഞാൻ നോമ്പ് തുറന്നു പറഞ്ഞിട്ടാണ്. അപ്പൊ അല്ലാഹുമ്മ ലക സുഖ്തു, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു. വഅലാ റിസ്ഖിക അഫ്തർതു, നിന്റെ റിസ്ഖിലായിട്ട് ഞാൻ നോമ്പ് മുറിച്ചു. അതുകൊണ്ട് അങ്ങനെ പറയണത് എന്താണ്? അത് തിന്നിട്ടായിട്ട് പറയണം. പിന്നെ വെള്ളത്തിലാകുമ്പോൾ ദാഹം പോയി, നാടി നരമ്പുകൾ നനഞ്ഞു പോയി, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ പ്രതിഫലം നമുക്ക് ഉറപ്പായി. അങ്ങനെ പറയല് സുന്നത്താണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.